നമസ്കാരം, എൻ്റെ പേര് ശ്വേത. ഞാൻ 6A ക്ലാസ്സിൽ പഠിക്കുന്നു. ഈ വാരത്തെ കണ്ണൂർ UPയുടെ വിശേഷങ്ങളിൽ ഒരു എത്തിനോട്ടം. പ്രധാന പരിപാടികൾ: അറബിക് അക്കാദമി കൗൺസിലിംഗ് നടത്തിയ ക്വിസ് മത്സരത്തിൽ സബ് ജില്ലാ തലത്തിൽ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും കരസ്ഥമാക്കി കണ്ണൂർ UP വിദ്യാർത്ഥികൾ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു. UP വിഭാഗത്തിൽ മൻഹ ഫാത്തിമയും LP വിഭാഗത്തിൽ ഹവ മറിയയുമാണ് വിജയികളായത്. വിദ്യാലയത്തിൽ അറിവുത്സവം സംഘടിപ്പിച്ചു. നിരവധി വിദ്യാർത്ഥികൾ മത്സരിച്ചപ്പോൾ UP വിഭാഗം പാർവതിയും LP വിഭാഗം ശ്രീലക്ഷ്മിയും 1ാം സ്ഥാനം നേടി. വിദ്യാലയം പരീക്ഷ തിരക്കിലേക്ക്. സെപ്റ്റംബർ 3-ന് ആരംഭിക്കും. ഓണപരീക്ഷയ്ക്കായുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാലയം. വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം. ഹായ് കൂട്ടുകാരെ, നമ്മളെല്ലാവരും റോഡിലൂടെ യാത്ര ചെയ്യുകയാണല്ലോ. റോഡ് സുരക്ഷയ്ക്കായി നാം പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. അത് കൂട്ടുകാർക്ക് അറിയാമോ? വാഹനത്തിലും കാൽനടയായും നമ്മൾ യാത്ര ചെയ്യാറുണ്ട്. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഇടതുപക്ഷം ചേർന്ന് ഓടിക്കുന്നത് കാണാറില്ലേ? ഇത് ഒരു റോഡ് നിയമമാണ്. കൂടാതെ പട്ടണത്തിൽ ഇതുപോലത്തെ സിഗ്നൽ ലൈറ്റുകൾ കണ്ടിട്ടുണ്ടോ? ഇതുപോലെ ചുവപ്പ്, മഞ്ഞ, പച്ച എന്നീ നിറങ്ങൾ വാഹനങ്ങളെ നിയന്ത്രിക്കുന്നു. ചുവപ്പ് നിറം വാഹനം നിർത്തുവാനും, മഞ്ഞ നിറം തയ്യാറാകാനും, പച്ച നിറം യാത്ര തുടരുവാനും സൂചിപ്പിക്കുന്നു. ഇനി നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. നമസ്കാരം, ഞാൻ ഗായത്രി. ഞാൻ 6A ക്ലാസ്സിൽ പഠിക്കുന്നു. ശ്രീ ONV കുറുപ്പിന്റെ പാഥേയം എന്ന കവിതയിലെ ഏതാനും വരികൾ: വേർപിരിയുവാൻ മാത്രം ഒന്നിച്ചു കൂടി നാം വേദനകൾ പങ്കുവയ്ക്കുന്നു. കരളിലെഴുമീണങ്ങൾ ചുണ്ടു നുണയുന്നു, കവിതയുടെ ലഹരി നുകരുന്നു. കൊച്ചു സുഖദുഃഖ മഞ്ചാടി മണികൾ ചേർത്തു വച്ചു പല്ലാങ്കുഴി കളിക്കുന്നു. വിരിയുന്നു കൊഴിയുന്നു യാമങ്ങൾ, നമ്മളും പിരിയുന്നു, യാത്ര തുടരുന്നു. മായുന്ന സന്ധ്യകൾ മടങ്ങി വരുമോ? പാടി മറയുന്ന പക്ഷികൾ മടങ്ങി വരുമോ? മായുന്ന സന്ധ്യകൾ മടങ്ങി വരുമോ? പാടി മറയുന്ന പക്ഷികൾ മടങ്ങി വരുമോ? എങ്കിലും സന്ധ്യയുടെ കയ്യിലെ സ്വർണവും പൈങ്കിളിക്കൊക്കെ കിനിഞ്ഞ തേൻതുള്ളിയും പൂക്കൾ നെടുവീർപ്പിടും ഗന്ധങ്ങളും മൗനപാത്രങ്ങളിൽ കാത്തുവച്ച മാധുര്യവും മാറാപ്പിലുണ്ടെന്റെ മാറാപ്പിലുണ്ടതും പേറി ഞാൻ യാത്ര തുടരുന്നു. മുറ തെറ്റിയെത്തുന്നു ശിശിരം, വിറകൊള്ളൂ തരുണഗ്ന ശിഖരം. ഒരു നെരിപ്പോടിന്റെ ചുടുകല്ലുകൾക്കിടയിൽ എരിയുന്ന കനലുകൾ കെടുന്നു. വഴിവക്കിൽ നിന്നേറ്റി വന്ന വിറകിൻ കൊള്ളി മുഴുവനും എരിഞ്ഞു തീരുന്നു. ഒടുവിലൻ ഭാണ്ഡത്തിൽ ഭദ്രമായി സൂക്ഷിച്ച തുടുചന്ദനത്തുണ്ടു വിറകും അന്ത്യമായി കൺചിമ്മും അഗ്നിക്കു നൽകി ഞാൻ ഒന്നതിൽ ചൂടേറ്റു വാങ്ങി. പാടുന്നു നീണ്ടൊരീ യാത്രയിൽ തളരുമെൻ പാഥേയമാകുമൊരു ഗാനം. ഒരു കപട ഭിക്ഷുവായി ഒടുവിലൻ ജീവനെയും ഒരു നാൾ കവർന്നു പറന്നു പോവാൻ നിഴലായി നിദ്രയായി പിന്തുടർന്നെത്തുന്ന മരണമേ, നീ മാറി നിൽക്കൂ. അതിനു മുൻപൊന്നു ഞാൻ പാടട്ടെ അതിലെന്റെ
ജീവൻ ഉരുകട്ടെ, അതിലെന്റെ മണ്ണു കുതിരട്ടെ, പിളർക്കട്ടെ, അതിനടിയിൽ ഞാൻ വീണുറങ്ങട്ടെ. അതിലെന്റെ മണ്ണു കുതിരട്ടെ, പിളർക്കട്ടെ, അതിനടിയിൽ ഞാൻ വീണുറങ്ങട്ടെ. നന്ദി, നമസ്കാരം. എൻ്റെ പേര് ആലിയ. ഞാൻ 7ാം ക്ലാസ് പഠിക്കുന്നു. 7ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായ വൈദ്യുതിയുടെ ലോകം എന്നതിൽ എമർജൻസി ലാമ്പ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. ആവശ്യമായ വസ്തുക്കൾ: ബാറ്ററി, LED, അതിൻ്റെ കൂടെ ഒരു മരക്കഷ്ണവും, സ്വിച്ച്, ഒരു ടാപ്പും. ഒരു കുപ്പിയുടെ മൂടിയിൽ ഒരു ദ്വാരമിടുക. അതിൽ സ്വിച്ച് ഘടിപ്പിക്കുക. LED ആ മരക്കഷ്ണത്തിൽ ഘടിപ്പിച്ച് അത് ഈ മൂടിയുടെ ഉള്ളിലൂടെ അകത്തേക്ക് ഇടുക. ഇതിനുള്ളിൽ നിന്ന് ബാറ്ററിയും ഈ LEDയുമായി യോജിപ്പിക്കണം. ബാറ്ററിയുടെ ഒരു വയർ ഈ LED ഒരു വയറുമായി കണക്ഷൻ കൊടുക്കണം. ബാറ്ററിയുടെയും LEDയുടെയും മറ്റ് വയർ ഈ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യണം. വയറുകൾ കണക്ട് ചെയ്ത ഭാഗത്ത് ടാപ്പ് ഉപയോഗിച്ച് ഇൻസുലേറ്റ് ചെയ്യണം. ഇനി ഈ ബാറ്ററി ഈ കുപ്പിയിലേക്ക് ഇടണം. നമ്മുടെ എമർജൻസി തയ്യാർ. ഇത് ഒരു LED സ്ട്രിപ്പ് ഉപയോഗിച്ചും ഇത് 2 LED സ്ട്രിപ്പ് ഉപയോഗിച്ചും നിർമ്മിച്ച എമർജൻസിയാണ്. ഹലോ ഗായ്സ്, എൻ്റെ പേര് ഫാരിയ ദാറ. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ AI ടൂൾ പരിചയപ്പെടുത്തുന്നു. videomaker.me എന്നാണ് അതിന്റെ പേര്. ഇത് നിങ്ങൾക്ക് എങ്ങനെയാ ഉപയോഗിക്കേണ്ടതെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞു തരാം. ഗൂഗിളിൽ videomaker.me സെർച്ച് ചെയ്യൂ. സ്റ്റാർട്ട് ക്രിയേറ്റീവ് ഫോർ ഫ്രീ എന്ന് ക്ലിക്ക് ചെയ്യുക. ഫ്രം ടെക്സ്റ്റ്, ഫ്രം ഇമേജ് എന്നീ 2 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ള കാര്യം ടൈപ്പ് ചെയ്ത് അതിനെ വീഡിയോ ആക്കാം. അതുപോലെ ചിത്രങ്ങളും വീഡിയോ ആക്കാം. ഡിസ്ക്രൈബ് ദ മോഷൻ എന്ന ഭാഗത്ത് നമുക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്യാം. ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് an elephant is riding bicycle. ശേഷം ജനറേറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഒരു ആന സൈക്കിൾ ഓടിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇപ്പൊ കാണാം.